ഹലോ നമസ്കാരം, ഞാൻ രേണുസുതിയാണ്. അപ്പം ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്ലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിൻ്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷനും എന്നെ വിളിച്ചപ്പോൾ ഞാനത് ഭംഗിയായിട്ട് ചെയ്യുന്നത്. പിന്നെ ഡാൻസ് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്. മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേരോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറേ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും. രേണുസുതിയാണല്ലോ റീച്ചില്ല ആൾ, തട്ടിക്കോട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാനിവിടെ വന്നത് പാപ്ലോൺ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. രേണുസുതി അത് ഭംഗിയായിട്ട് ചെയ്തു. ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നുമല്ല. ഓക്കെ, ബൈ. വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ഞാനൊരു കാര്യം വ്യക്തമാക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഇത് ആരെങ്കിലും ചെറുതാക്കിയോ അല്ലെങ്കിൽ അവമാനിക്കാനോ വേണ്ടിയിട്ടല്ല. ഇവിടെ രേണുസുതിനെ കുറിച്ച് സംസാരിക്കാനുള്ള മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒരു വ്യക്തിയുടെ യാത്ര എങ്ങനെ ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലൂടെ വളഞ്ഞു പോകുന്നു എന്നത് നമുക്ക് എല്ലാവർക്കും ഒന്ന് ചിന്തിക്കാനുള്ള ഒരു വിഷയമാണ്. അതാണ് ഞാൻ ഇവിടെ ഉന്നയിക്കുന്നത്. രേണുസുതിയെ നമ്മൾ അധികം പേരും ആദ്യം കണ്ടത് വളരെ സഹതാപത്തോടെയും സ്നേഹത്തോടെയുമാണ്. ഒരു സ്ത്രീ, ഒരു വിധവ, ഒരുപാട് വേദന അനുഭവിച്ചയാൾ ഉള്ള ആ ഒരു നിലയിലാണ് അവർ മനസ്സുകളിൽ സ്ഥാനം നേടിയത്. അവരുടെ കണ്ണുനീർ നമ്മളെ അത്രമേൽ ചേർത്ത് വെച്ചു. പക്ഷേ ഇന്നത്തെ അവരുടെ അവസ്ഥ അതൊരു വ്യക്തിയുടെ ആത്മമൂല്യം എങ്ങനെ കൈവിട്ടു പോകാം എന്നതിന് ഒരു ഉദാഹരണമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലെ ശ്രദ്ധ കിട്ടുക എന്ന് പറയുന്നത് ഒരു നേട്ടം തന്നെയാണ്. പക്ഷേ ശ്രദ്ധ കിട്ടുമ്പോഴാണ് ആത്മബോധം വേണ്ടത്. ആരാണ് നമ്മൾ, എന്തിനാണ് നാം ഇവിടെ, എന്താണ് നാം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഇത് നഷ്ടപ്പെട്ടാൽ നമ്മൾ വളരെയേറെ കഠിനമായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് വഴിമാറും. അത് ശരിക്കും സംഭവിച്ചതാണ്. അതാണ് ഞാനും വിശ്വസിക്കുന്നത്. കഴിഞ്ഞ ദിവസം രേണുസുതി UAE ഒരു ബാറിലെ ഒരു ബാർ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ബാർ ഡാൻസ് കളിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരാൾ ബാർ ഡാൻസർ ആകുന്നതിൽ എന്താണ് തെറ്റ്? അല്ലെങ്കിൽ അവരവരുടെ ജോലി ആയിരിക്കും ചെയ്യുന്നത്, അതിനെപ്പറ്റി എന്താണ് സംസാരിക്കുന്നതെന്ന് നിങ്ങളിൽ പലരും അത് ചോദിച്ചേക്കാം. എന്നാൽ ആ ചോദ്യങ്ങൾക്ക് മുൻപ് തന്നെ രേണുസുതിയെ നമ്മൾ കാണുന്നത് സുധിയുടെ ഭാര്യ എന്നുള്ള ലേബലിൽ തന്നെയാണ്. സുധിയുടെ മരണശേഷമാണ് അവർ കൂടുതലും ശ്രദ്ധിക്കപ്പെട്ടത്. അവരെ ഫ്ലവേഴ്സിന്റെ ഫ്ലോറിൽ കരഞ്ഞു കലങ്ങി കണ്ണുമായി കണ്ടപ്പോൾ നമുക്ക് എല്ലാവർക്കും അവരോട് സഹതാപവും സ്നേഹവും മാത്രം തന്നെയായിരുന്നു. പിന്നീടാണ് അവർ സോഷ്യൽ മീഡിയയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത്. അതിൽ മെയിൻലി നമ്മൾ ഈ ഒരു രേണുസുതി ഫേമസ് ആവാൻ കാരണം എന്ന് വെച്ചാൽ, റീൽസുകൾ മുന്നും ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഏറ്റവും കൂടുതൽ ഒരു ഫെയിം കിട്ടിയത് ദാസേട്ടൻ കോഴിക്കോടുമായി അവരുടെ ഒരു വീഡിയോ പുറത്തിറങ്ങിയത്. അപ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്ത് തന്നെയാണ് നമ്മൾ എല്ലാവരും സംസാരിച്ചതല്ലേ. അതിന് മാത്രം അവർ തെറ്റ് ചെയ്തിട്ടില്ല. ഒരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് എന്താണ് തെറ്റ്? അല്ലെങ്കിൽ അവർക്ക് വെള്ള സാരി കൊടുത്തുകൊണ്ട് അവിടെ വീട്ടിൽ ഇരുന്നാൽ മതിയോ എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ഒട്ടടങ്കം മിക്ക റിയാക്ഷൻ വീഡിയോ ആളുകളും രേണുസുതിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വന്നത്. കാരണം നമുക്കറിയാം, അവരൊരു സെലിബ്രിറ്റി അല്ലെങ്കിൽ പോലും ഇവിടെ മറ്റുള്ള നടിമാർക്ക് പോലെ തന്നെ അവർക്കും അഭിനയിക്കാനുള്ള ഒരു എന്താ പറയുക അധികാരവും എല്ലാം ഉണ്ട്. എല്ലാവർക്കും അഭിനയിക്കാനുള്ള സാധ്യതകളുണ്ട്, സാഹചര്യങ്ങളുമുണ്ട്. ശരിക്കും പറഞ്ഞാൽ 100-ൽ 95% ആളുകളും ഈ ഒരു രേണുസുതിക്ക് സപ്പോർട്ടുമായിട്ട് തന്നെയായിരുന്നു രംഗത്ത്, അതായത് പിന്തുണച്ചവർ തന്നെയായിരുന്നു. അതിൽ നിന്നുള്ള അവരുടെ ആ ഒരു മാറ്റവും ഇതുവരെയുള്ള ഒരു മാറ്റവും ഒക്കെ നമ്മുടെ കൺമുന്നിൽ തന്നെയുണ്ടല്ലേ. എന്തായാലും രേണുസുതി അതിനുശേഷം ആ ഒരു സോഷ്യൽ മീഡിയയുടെ ആ ഒരു മായാവലയത്തിൽ പെട്ടുപോയി അല്ലെ. ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ എന്താണെന്ന് വെച്ചാൽ, വില ഇടിഞ്ഞിടിഞ്ഞ് പൂർണ്ണമായിട്ടും വിലയില്ലാത്ത ഒരു അവസ്ഥയിൽ അവർ എത്തിയിരിക്കുകയാണ്. അതിന് കാരണക്കാരി രേണു തന്നെയാണ്. കാരണം അവർ സ്വയം അവരുടെ മൂല്യം ഇല്ലാതാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ ഇത്തരത്തിലുള്ള നമ്മളെ അവഗണിക്കുന്നു എന്നുള്ള കാരണം വരുമ്പോഴത്തേക്ക് ഇതിനെ സ്വന്തം നമ്മുടെ ജീവിത വിജയത്തിന് വേണ്ടിയിട്ട് പലരും ഇതിനെ ഉപയോഗിക്കുന്ന ഒരു സൂത്രവിദ്യ എന്ന് വേണമെങ്കിൽ പറയല്ലേ. പല കാര്യങ്ങൾക്കും ഈ അവഗണിച്ചാൽ മാത്രമാണ് നമുക്ക് ജീവിത വിജയത്തിലേക്ക് എത്താൻ പറ്റുകയുള്ളൂ. പക്ഷെ ഈ ഒരു അവഗണനയുടെ അതിര് അവരറിയാതെ പോയതാണോ? രേണുസുതിക്ക് സംഭവിച്ച പ്രധാനപ്പെട്ട വീഴ്ച എന്ന് പറയുന്നത് എന്തൊക്കെ അവഗണിക്കണം, അല്ലെങ്കിൽ ആരെയൊക്കെ അവഗണിക്കണം, എത്രമാത്രം അവഗണിക്കണം, ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ എന്നുള്ളതായിരുന്നു. ശരിക്കും സോഷ്യൽ മീഡിയ ഫെയിം കിട്ടിയപ്പോൾ, അതായത് എല്ലാവരും തന്നെ പിന്തുണയ്ക്കുന്നു എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരി അങ്ങ് അന്ധമായിട്ട് എല്ലാവരെയും വിശ്വസിച്ചല്ലേ. എല്ലാ കാര്യത്തിനും എടുത്തു ചാടി. അതായത് ഇനി എന്ത് സംഭവിച്ചാലും ഇനി അത് തന്നെ ബാധിക്കുന്നില്ല, അത് തനിക്കൊരു പ്രശ്നമേ അല്ല, തന്റെ ദേഹത്ത് അത് പറ്റുന്നില്ല, പിന്നെ ഇതൊന്നും താൻ മൈൻഡ് ചെയ്യാറില്ല എന്നൊക്കെ തന്നെയാണ് അവർ പറയാറുണ്ടായിരുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഇത്രയും പറഞ്ഞ് UAE പോയിട്ട് ഒരു ബാർ ഡാൻസർ ആയിട്ട് അവരെ കാണാനുള്ള ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുകയാണ്. അത്രയ്ക്ക് മന്ദപതിച്ച അവസ്ഥയാണോ എന്ന് ചോദിച്ചാൽ ആണ് എന്ന് തന്നെ നമുക്ക് പറയാല്ലേ. കാരണം രേണുസുതിയെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, അവരൊരു ഫേമസ് ആയിട്ടുള്ള ഒരു ഡാൻസർ അല്ല, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു ഡാൻസറോ ആക്ട്രസോ ഒന്നുമല്ല. അവർക്ക് ഏവിയേഷനുമായി ബന്ധപ്പെട്ടുള്ള കോഴ്സുകൾ അവർ ചെയ്തിട്ടുണ്ട്, നഴ്സിംഗ് ചെയ്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു തൊഴിലിന് ഇപ്പോഴും സാധ്യതയുണ്ട്.
അതൊന്ന് ശ്രമിച്ചാൽ ഒരുപാട് പേരുടെ സഹായം കൊണ്ട് ഒരു ജോലിക്ക് സാധ്യതയുള്ള ഒരു വ്യക്തിയാണ് സോഷ്യൽ മീഡിയയിൽ തനിക്ക് കിട്ടിയ പബ്ലിസിറ്റി. അതൊരു നെഗറ്റീവ് പബ്ലിസിറ്റി ആണ് മനസ്സിലാക്കാൻ കഴിവില്ലാത്ത രീതിയിൽ അന്ധമായിട്ടുള്ള ഓട്ടത്തിലാണ്. ശരിക്കും പറഞ്ഞാൽ അവരെ ഇനി ഒരു മാറ്റിയെടുക്കാനോ അല്ലെങ്കിൽ അവരെ തിരുത്തുവാനോ അവരിനെ തിരിച്ച് ആ ഒരു പഴയ ലെവലിലേക്ക് എത്താനോ ആരെ കൊണ്ടും സാധിക്കില്ല. അതിന്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് തന്നെ കഴിഞ്ഞുപോയി. നമുക്കറിയാലോ നമ്മുടെ സോഷ്യൽ മീഡിയ എത്തരത്തിലുള്ള ഒരു പ്ലാറ്റ്ഫോം ആണെന്നുള്ളത്. ഒരാൾക്ക് നെഗറ്റീവ് പബ്ലിസിറ്റി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ആ വ്യക്തിയെ കൊണ്ട് മാക്സിമം അവർ മുതലാക്കിയെടുക്കും. ആ ഒരു വ്യക്തിക്ക് ഏത് രീതിയിൽ ബാധിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ തന്നെ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്താൽ, എന്തെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചാൽ ആളുകൾ കൂടും എന്നുള്ള കാര്യം അവർക്കും അറിയാം. അതുകൊണ്ടാണ് ഇപ്പോൾ രേണു സുധിനെ എല്ലാ കാര്യത്തിനും ഓൾമോസ്റ്റ് ഇപ്പോൾ ഒരു ബാർ ഡാൻസർ ആയിട്ട് വരെ UAE ദുബായിലേക്ക് ക്ഷണിച്ചത്. നമുക്കറിയാം പുള്ളിക്കാരിയുടെ ആദ്യത്തെ ട്രിപ്പാണ്. പുള്ളിക്കാരി ഈ ഒരു ട്രിപ്പ് പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായത്. അന്നൊന്നും പറഞ്ഞിരുന്നില്ല എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് സംഭവം എന്നുള്ള കാര്യം പുള്ളിക്കാരി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ശരിക്കും ആ വീഡിയോ കണ്ടപ്പോഴാണ് ഇതിനു വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി ഓടിയത് എന്ന് വരെ ആളുകൾ ചോദിക്കുകയുണ്ടായി. ശരിക്കും ഇവർ UAE ഉദ്ഘാടനത്തിന്, ഒരു ബാറിന്റെ ഉദ്ഘാടനത്തിനാണ് പോയത്. ശരിക്കും ഇവരുടെ സാന്നിധ്യം എങ്ങനെയാണ് അത്യാവശ്യമാകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. കാരണം എങ്ങനെയാണ് അവിടെ ഇവർ ക്ഷണിക്കപ്പെട്ടത്, എന്തിന്റെ അടിസ്ഥാനത്തിലാണ്, ഏത് കഴിവിന്റെ അടിസ്ഥാനത്തിലാണ് അല്ലെങ്കിൽ ഏത് സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലാണ് രേണുവിനെ ഇവിടെ ക്ഷണിക്കപ്പെട്ടത്? മറ്റൊന്നുമല്ല, രേണുവിന്റെ സോഷ്യൽ മീഡിയയിലുള്ള നെഗറ്റീവ് പബ്ലിസിറ്റി മാത്രം കണ്ടുകൊണ്ടാണ് പുള്ളിക്കാരെ ഈ ഒരു ബാർ ഉദ്ഘാടനത്തിനായിട്ട് വിളിച്ചത്. അവിടെ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ നമ്മൾ വീഡിയോ സഹിതം കണ്ടതാണ്. ശരിക്കും നമുക്ക് തന്നെ എന്താ പറയുക, അത് കുറച്ചുപേർ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും പക്ഷേ എനിക്ക് തോന്നി ഇപ്പൊ 100-90% ആളുകൾ അതിനെ വിമർശിക്കുക തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പം കേൾക്കാനും ആളുണ്ട്, എന്നെ കണ്ടാൽ തിരിച്ചറിയുന്ന കുറച്ച് ആളുകളുണ്ട്. അപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആളുകൾ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിലായിരിക്കും രേണുവിനെ അവർ തിരഞ്ഞെടുത്തത്. ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം ആളുകൾ കാണുന്ന ഒരാൾ എന്നുള്ള രീതിയിൽ അവർക്ക് ആ ഒരു പബ്ലിസിറ്റി പ്രയോജനപ്പെടും. അപ്പം ഈ ഒരു വ്യക്തിയെ കൊണ്ട് ഒരു സംഭവം ചെയ്താൽ കുറച്ച് ആളുകൾ, ഒരു മിനിമം ഗ്യാരണ്ടി ആ ഒരു വ്യൂവർഷിപ്പിൽ നമുക്ക് കിട്ടും എന്നുള്ളതാണ് അവരുടെ ചിന്ത. എന്തായാലും അത് മനസ്സിലാക്കാനുള്ള കോമൺ സെൻസ് പൊതുവെ ജനങ്ങൾക്കുണ്ട് അല്ലെ, അത് മനസ്സിലാക്കുന്നത്. ഇപ്പൊ എവിടെ എന്ത് സംഭവത്തിനാണെങ്കിലും രേണു സുധി ഓൾറെഡി റെഡി ആവുകയാണ്, തയ്യാറാവുകയാണ്. എന്ത് കാട്ടിക്കൂട്ടാനും പുള്ളിക്കാർക്ക് യാതൊരു മടിയില്ല. നമുക്ക് ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്കൊരു മൂല്യമുണ്ട്, അത് നമ്മൾ ആരും നശിപ്പിക്കരുത്. നമുക്കറിയാം പണ്ട് രേണുവിനെ കണ്ട സമയത്ത് അയ്യോ പാവം എങ്ങനെ ജീവിക്കും എന്നൊക്കെയുള്ള ചിന്ത തന്നെയായിരുന്നു നമ്മുടെ മനസ്സിൽ. അതിനുശേഷം രേണുവിന്റെ റീൽസും അത് ഒരു വീഡിയോ കണ്ടപ്പോഴും നെഗറ്റീവ് ഉണ്ടായിരുന്നിട്ട് പോലും അപ്പോഴും ആളുകൾ പിന്തുണച്ചു. കാരണം പൊയ്ക്കോട്ടെ, പാവം ജീവിച്ചു പോട്ടെ, ആ കുട്ടികളെ എങ്ങനെയെങ്കിലും നോക്കട്ടെ, അല്ലെങ്കിൽ ആ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയല്ലേ അവർ ജീവിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പിന്തുണച്ചു. അതേ നമ്മൾ ഇപ്പോൾ അവരെ കാണുമ്പോൾ പുച്ഛത്തോടെയാണ് നോക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ രേണുവിനെ കാണുമ്പോൾ കഷ്ടം, എന്ത് കോമാളിത്തരമാണ്, എന്താണ് ഇവർ കാണിക്കുന്നത്, ആ ഒരു പ്രതികരണമാണ് ഇപ്പം ആളുകൾ പറയുന്നത്. അതായത് അങ്ങനെ ആക്കിയതാണ്. നമ്മുടെ മൂല്യം മറ്റൊരാൾ ഇല്ലാതാക്കുന്നതിന് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. മറ്റൊരാൾ നമ്മളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചാലോ നമ്മളെ മോശമാക്കി മാറ്റാൻ ശ്രമിച്ചാലോ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഒന്നും അതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ തന്നെ നമ്മുടെ മൂല്യം ഇല്ലാതാക്കുന്നത് വളരെ ദാരുണമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ കിട്ടുക ഒരു നേട്ടം തന്നെയാണ്. പക്ഷെ ശ്രദ്ധ കിട്ടുമ്പോഴാണ് ആത്മബോധം വേണ്ടത്. ആരാണ് നമ്മൾ, എന്തിനാണ് നാം ഇവിടെ, എന്താണ് നാം ചെയ്യുന്നത് എന്നുള്ള തിരിച്ചറിവ്. ഇത് നഷ്ടപ്പെട്ടാൽ നമ്മൾ വളരെയധികം കഠിനമായിട്ടുള്ള നഷ്ടങ്ങളിലേക്ക് തന്നെ വഴിമാറും. എന്തായാലും നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒരു വ്യക്തി എന്ന നിലയിൽ ആരെയും കുറ്റപ്പെടുത്താനോ, പകരം നമ്മുടെ ഓരോരുത്തരുടെ ആത്മാഭിമാനത്തെക്കുറിച്ച്, അതിന്റെ വിലയെക്കുറിച്ച്, ഇന്നത്തെ സമൂഹത്തിൽ പ്രശസ്തിയേക്കാൾ വേഗത്തിൽ നഷ്ടപ്പെടുന്നത് നമ്മുടെ മൂല്യമാണ്. പണവും പ്രശസ്തിയും കിട്ടാവുന്നത് തന്നെയാണ്. പക്ഷെ മൂല്യത്തെയോ അതുപോലെ തന്നെ ആത്മബോധത്തെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടത് തന്നെയാണ്. അത് ആരെ കൊണ്ട് സാധിക്കില്ല, നമ്മളെ കൊണ്ടല്ലാതെ. ഈ ഒരു വീഡിയോ ഞാൻ സംസാരിക്കുന്നത് നമ്മൾ പലർക്കും പാഠമായി നിലകൊള്ളാവുന്ന കാര്യങ്ങളെ കുറിച്ച് തന്നെയാണ്. എന്തെല്ലാം നമ്മൾ അവഗണിക്കണം, എത്രമാത്രം, എപ്പോൾ എന്നതിന്റെ കൃത്യമായിട്ടുള്ള ബോധം ഇല്ലെങ്കിൽ അവഗണന വെറും ഒരു ആയുധമല്ല, അതൊരു നാശത്തിന്റെയും വഴിയാകാം എന്നുള്ളത് നമുക്ക് ഓർത്തിരിക്കേണ്ടത് തന്നെയാണ്. അവസാനമായി പറയുകയാണെങ്കിൽ ഒരാളുടെ മൂല്യം അത് എത്ര ചെറുതായാലും അതിനെ സ്ഥിരമായിട്ട് സംരക്ഷിക്കേണ്ടതും ഉയർത്തിപ്പിടിക്കേണ്ടതുമാണ്. കാരണം അതാണ് നമ്മെ മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് നിൽക്കാൻ കഴിയുന്ന ഏക മൂല്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോ നമുക്ക് എല്ലാവർക്കും ആലോചിക്കാനും വിവേചിക്കാനും ഉള്ളതും അതുപോലെ നമ്മുടെ ആത്മപരിശോധന നടത്താനും ഉള്ളതുമാണ്.